കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ കെ.സി. വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ച് വി.ഡി. സതീശൻ. രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരൻ എന്ന പരിവേഷം കെ.സി. ദുരുപയോഗം ചെയ്തു. താൻ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചപ്പോൾ കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പ് വളർത്തുന്നതിനാണ് ശ്രമിച്ചത്. താൻ പ്രവർത്തകരെ സഹായിക്കുന്ന ആളല്ലെന്നും ധിക്കാരിയെന്നും കെ.സി. അനുകൂലികൾ പ്രചരിപ്പിച്ചു. കോൺഗ്രസിനെതിരെ മുസ്ലിം ക്രിസ്ത്യൻ വിരോധമുണ്ടാക്കാൻ ബി.ജെ.പി. ശ്രമിച്ചപ്പോൾ അതിന് തടയിട്ടെന്നും സതീശൻ അവകാശപ്പെട്ടു. ആൽവിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ആൽവിൻ, ഗുഡ് മോർണിംഗ്. അതിരൂക്ഷ വിമർശനമാണ് വി.ഡി. സതീശൻ്റേത്, അല്ലേ? ഇത് അങ്ങനെ തന്നെയാണ്. വെരി ഗുഡ് മോർണിംഗ്. വലിയ കലുഷിതമായ രീതിയിൽ തന്നെ ഒരുപക്ഷെ കെ.സിക്കെതിരെ വി.ഡി. സതീശൻ ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുന ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് തൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏതാണ്ട് 10 മിനിറ്റോളം സമയമാണ് മൂന്ന് പേർക്കും അനുവദിച്ചതെങ്കിൽ ഏതാണ്ട് 20-25 മിനിറ്റ് വരെ അത് നീണ്ടുപോവുകയും ചെയ്തു. വളരെ വിശദമായി തന്നെ സതീശൻ സംസാരിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കെ.സി. വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ പ്രധാനമായി എടുത്തു പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരൻ എന്ന പരിവേഷത്തിൽ കെ.സി. വേണുഗോപാൽ ദുരുപയോഗം ചെയ്തു. ആ പരിവേഷം വളരെ ദുരുപയോഗം ചെയ്തു. ഡൽഹിയിൽ AICC നേതൃത്വമായി നടത്തിയ ഈ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. താൻ പാർട്ടിയെ വിജയത്തിൽ നയിക്കാൻ ശ്രമിച്ചപ്പോൾ കെ.സി. വേണുഗോപാൽ അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് തലം മുതൽ മുകളിലേക്ക് DCC തലം വരെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകളെ തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തി. മറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്കും പദവികൾ സ്ഥാനമാനങ്ങൾ ലഭിച്ചപ്പോൾ അത് തൻ്റേതാണെന്ന് വരുത്തി തീർക്കാൻ കെ.സി. വേണുഗോപാൽ ശ്രമിച്ചു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം താൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല അതേസമയം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണമായി അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ താൻ പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ആ സമയം മുസ്ലിം ലീഗ് മുന്നണി വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷേ അവർക്ക് ആത്മവിശ്വാസം നൽകി അവരെ കൂടെ നിർത്താൻ തനിക്കായി എന്നുള്ളതാണ് മറ്റൊരു കാര്യമായി അദ്ദേഹം പറയുന്നത്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അദ്ദേഹം ഈ ഹൈക്കമാൻഡിന് മുമ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മതേതര ബോധത്തെ അട്ടിമറിക്കാൻ പലപ്പോഴും ശ്രമം നടന്നു. ആ ശ്രമമൊക്കെ ചെറുത്ത് പറയാൻ താനാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ ഒരു വലിയ ഭിന്നത രൂപപ്പെടുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനെതിരെ വലിയ തോതിൽ ശക്തമായി എതിർക്കുകയും അതിൻ്റെ ഒരു ആദ്യ ഗുണഭോക്താക്കൾ എന്ന നിലയിൽ CPM വരും എന്നുള്ളത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് പിന്നീടാകാം അത് BJP എന്ന നിലയിലേക്ക് പോവുക. പക്ഷേ ആദ്യം അങ്ങനെ ഒരു വിഭജനമുണ്ടായാൽ, അങ്ങനെ ഭിന്നിപ്പുണ്ടായാൽ അത് CPM-നെ ഗുണം ചെയ്യുമെന്നുള്ളത് അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നും BJP-ക്കെതിരെ തുറന്നടിച്ചുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏറ്റവും വലിയ സാമുദായിക നേതാക്കളിൽ ഒരാളായ വെള്ളാപ്പള്ളി നടേശനെ എതിർത്തുകൊണ്ട് ചില കാര്യങ്ങളിൽ നിലപാട് സ്വീകരിച്ചത് അത് ഗുണമുണ്ടായെന്നും ന്യൂനപക്ഷ വോട്ടുകൾ അതിലൂടെ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണമായി അദ്ദേഹം ഹൈക്കമാൻഡിന് മുമ്പായി പറയുന്നത്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ അതിശക്തനായ ഒരു നേതാവായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നുണ്ട്. CPM എന്തായാലും തൽക്കാലം മുന്നോട്ട് എന്താവുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ BJP-യെ ഇനിയും ശക്തമായി എതിർക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അതിന് തനിക്ക് സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും കെ.സി. വേണുഗോപാലിനെതിരെ അതിശക്തമായ നിലയിലാണ് അദ്ദേഹം ഹൈക്കമാൻഡിന് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം ഗ്രൂപ്പ് വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞ 5 വർഷം എന്നുള്ളതാണ് പ്രധാന ആരോപണം. ആ സ്ഥാനത്ത് താൻ 5 വർഷം ഇത് ആളുകൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്നു. UDF-നെ തിരികെ ഭരണത്തിലെത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. അതായിരുന്നില്ല കെ.സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. കെ.സി തൻ്റെ അടുപ്പക്കാരെ ഈ സ്ഥാനമാനങ്ങളിൽ പ്രതിഷ്ഠിച്ചു. മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന ആളുകളെ സ്ഥാനമാനങ്ങൾ നൽകുമ്പോൾ അത് തൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ള തരത്തിലുള്ള വലിയ ഗുരുതരമായ ആരോപണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഉയർന്നു വന്നൊരു വാർത്തയായിരുന്നു മൂകാംബിക ദർശനത്തിനിടയിൽ അദാനി പോർട്ടിൻ്റെ പ്രതിനിധിയുമായി അദ്ദേഹം ചർച്ച നടത്തി എന്നുള്ളത്. ആ വിഷയവും സംബന്ധിച്ചും സതീശൻ ഹൈക്കമാൻഡിന് മുമ്പാകെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ മറ്റ് നേതാക്കളും പല കോൺഗ്രസ് നേതാക്കളും ഇതുപോലെ ഈ പ്രതിനിധിയെ കാണുകയും കർണാടകത്തിലെ NDA സഖ്യത്തിൽപ്പെടുന്ന ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ സഹിതമാണ് വി.ഡി. സതീശൻ ഹൈക്കമാൻഡിന് മുൻപാകെ സമർപ്പിച്ചത്. തനിക്ക് മാത്രമല്ല ഇത് ഉണ്ടായിട്ടുള്ളത്, താൻ മാത്രമല്ല ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയത്, മറ്റ് ചില നേതാക്കളും കൂടിക്കാഴ്ച നടത്തി എന്നുള്ള തരത്തിൽ അദ്ദേഹം ചിത്രങ്ങൾ ഉൾപ്പെടെ ഹൈക്കമാൻഡിന് മുമ്പിൽ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. താൻ പ്രവർത്തിക്കുന്ന ആളല്ലെന്നും താൻ വളരെ ധിക്കാരിയായ ഒരാളാണെന്നും പാർട്ടിക്കുള്ളിൽ കെ.സി. അത്തരത്തിലൊരു സംസാരം ഉണ്ടാക്കിയെന്നുള്ളതാണ്. കെ.സിയുടെ അനുകൂലികൾ അത് വ്യാപകമായി പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം
ഹൈക്കമാൻഡിന് മുമ്പിൽ വെക്കുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി പണം സ്വരൂപിക്കാൻ കഴിയുന്ന ആളല്ല താൻ, അതിന് കഴിയാത്ത ഒരാളാണെന്നും ഒക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ KC ഈ ഹൈക്കമാൻഡിന് മുമ്പാകെ തനിക്കെതിരെ പറഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സതീശൻ്റെ വിശദീകരണം എന്ന നിലയിൽ ഹൈക്കമാൻഡിന് മുമ്പിൽ KC വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് സതീശൻ പറഞ്ഞത്. ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തന്റെ വേർഷൻ അത് നിരത്തുകയും അതിനൊപ്പം തന്നെ KC വേണുഗോപാലിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്തു VD സതീശൻ എന്ന് വ്യക്തം. അതായത് പ്രത്യേകിച്ച് ഹൈക്കമാൻഡിന്റെ ആളാണ് എന്നുള്ള, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനാണ് എന്നുള്ള കാര്യം ദുരുപയോഗം ചെയ്തു. VD സതീശനെതിരെ ദുഷ്പ്രചാരണങ്ങൾ നടത്തി, ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു, ഗ്രൂപ്പ് വളർത്താൻ ശ്രമിച്ചു. അതീവ ഗുരുതര ആരോപണങ്ങളാണ് KCക്കെതിരെ ഇപ്പോൾ VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പം ഈ വിഷയങ്ങളൊക്കെ ഹൈക്കമാൻഡിന്റെ പരിഗണനയിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇക്കാര്യങ്ങളെയൊക്കെ പരിഗണിക്കാൻ ഇടയുണ്ടോ ആൽവിൻ? സേതു, സ്വാഭാവികമായും നമുക്കറിയാവുന്നതുപോലെ 3 നേതാക്കളും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സമയം മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി. അപ്പോൾ ഈ ഘട്ടത്തിൽ നേതാക്കന്മാർക്ക് സംസാരിക്കാൻ സമയം നൽകുമ്പോൾ സ്വാഭാവികമായും അത് VD സതീശൻ അദ്ദേഹത്തിൻ്റെ ആ സമയം പൂർണ്ണമായി വിനിയോഗിച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു നിരത്താൻ അദ്ദേഹത്തിനായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. KC വേണുഗോപാലിനെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം തന്നെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ അനുകൂലികളുടെ ഭാഗത്തു നിന്നുള്ള വ്യാപകമായി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരൻ എന്ന നിലയിൽ അത്തരത്തിൽ ചില പ്രവർത്തനങ്ങളൊക്കെയും ദുരുപയോഗം ചെയ്യപ്പെട്ടു. KCയുടെ അത്തരം പ്രവർത്തനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണമായി അത് ഉന്നയിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രാഹുൽ ഗാന്ധിക്ക് മുമ്പാകെയും മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് മുമ്പാകെയുമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഹൈക്കമാൻഡ് ഇവരെ ഓരോരുത്തരുടെയും പക്ഷം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവരെ ഓരോരുത്തരുടെയും വിശദീകരിക്കുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായി, അല്ലെങ്കിൽ സമയമെടുത്ത് കേട്ടിരുന്നു. ഏതാണ്ട് 10 മിനിറ്റ് സമയം ഓരോ നേതാക്കൾക്കും നൽകിയെങ്കിൽ ഏതാണ്ട് 20 മുതൽ 25 മിനിറ്റ് വരെ 3 നേതാക്കളും സംസാരിക്കുകയുണ്ടായി. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സതീശൻ KCക്കെതിരെ ആഞ്ഞടിക്കുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ പ്രവർത്തന മികവും അത് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് ഹൈക്കമാൻഡ് മുൻപാകെ. സ്വാഭാവികമായും അന്തിമമായ ഒരു തീരുമാനം വരുമ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചു വേണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇനിയൊരു സമയം സതീശന് മുൻപാകെ ഇല്ല ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്നുള്ളത് കൂടി ഏറ്റവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡിന് മുൻപാകെ ഇത്തരം വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തുകയാണ്. ഇനി ഹൈക്കമാൻഡ് ഇതിൽ തീരുമാനമെടുക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് VD സതീശൻ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഡൽഹി ചർച്ചയില്ല. ഈ നമ്മുടെ സണ്ണി ജോസഫ് പറഞ്ഞ പോലെ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നേതാക്കളെ വിളിച്ചൊരു ചർച്ചയില്ല, അവിടുന്ന് ഒരു തീരുമാനം വരുന്നു, അംഗീകരിക്കുന്നു, അല്ലേ? അങ്ങനെ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ ഇന്ന് പോലും ഉണ്ടാകാനുള്ള സാധ്യത അല്പം മങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രത്തോളം തർക്കം രൂക്ഷമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് വളരെ ഉചിതമായ ഒരു തീരുമാനമായിരിക്കണം. മറ്റ് 2 നേതാക്കന്മാർക്കും അത് മുറിവേൽക്കുന്ന രീതിയിലായിരിക്കരുത്. അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇതിലിപ്പം ഈ ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം തലയെണ്ണം നമ്മൾ ആദ്യം അറിഞ്ഞത് അനുസരിച്ചാണെങ്കിൽ KCക്കൊപ്പമായിരുന്നു. പക്ഷേ പിന്നീട് വന്ന വാർത്തകൾ അനുസരിച്ച് അതിൽ ഭൂരിപക്ഷവും VD സതീശനൊപ്പമാണ്. ഈ ഘടകകക്ഷി പിന്തുണ VD സതീശനൊപ്പമാണ്. ഒരു സംസ്ഥാനത്തെ ഒരു പൊതു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ അതും VD സതീശന് അനുകൂല വികാരമാണ്. പിന്നെന്താണ് ഹൈക്കമാൻഡിന് ഇത്ര ഒരു കൺഫ്യൂഷൻ, ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ? VD സതീശൻ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനാണ് KC. അതാണോ പരിഗണന? അതാണ് സതീശൻ്റെ പ്രധാന ആരോപണമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നതും അതുതന്നെയാണ് സേതു. ഈ ഘട്ടത്തിൽ അത് അങ്ങനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ KC വേണുഗോപാൽ എന്ന് പറയുന്നത് മുതിർന്ന നേതാവിനെയും അദ്ദേഹത്തെ കൂടി പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഹൈക്കമാൻഡ് ഇത്തരമൊരു തീരുമാനമെടുക്കേണ്ടത്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയും VD സതീശനുമായിരുന്നു, ഇവർ രണ്ടുപേരുമായിരുന്നു ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നു കേട്ടപ്പെട്ട പേരെങ്കിൽ അത് ഒരുപക്ഷെ നേരത്തെ തന്നെ ഹൈക്കമാൻഡിന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. പക്ഷേ KC വേണുഗോപാൽ കൂടി ഈ ചിത്രത്തിലേക്കും ഈ ഫ്രെയിമിലേക്കും വരുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഒരു തീരുമാനം പറയുമ്പോൾ അതുകൂടി കണക്കിലെടുത്ത് വേണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു പ്രശ്നമൊക്കെ ഉണ്ടായാൽ, കോൺഗ്രസിനുള്ളിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായാൽ രാഹുൽ ഗാന്ധിക്കൊക്കെ ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ആളാണ് KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ തന്നെ ഒരു സംസ്ഥാനത്ത് ഒരു വലിയ പ്രശ്നക്കാരനായി മാറുമ്പോൾ അത് ഹൈക്കമാൻഡിന് വമ്പൻ തലവേദനയായി മാറുന്നു, അല്ലെ? പിണക്കാനും ഇണക്കാനും വരാത്തൊരു സാഹചര്യത്തിലേക്ക്, ഒരു വിഷമവൃത്തത്തിലേക്ക് അവർ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇപ്പം